തെരുവിൽ തെണ്ട് നടന്ന് നിന്നെയൊക്കെ പിടിച്ച് നല്ല ഒന്നാം തരം കള്ളന്മാരാക്കാൻ ഞാൻ പെട്ട പാടുന്നാന്ന് എനിക്കറിയാം. നന്ദി വേണം, നന്ദി. ഒരു കുപ്പി കരിയോയിൽ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് NC ഡീലക്സ് ബ്രാൻഡി തേങ്ങ വെറുതെ വാവടക്കാക്കാന്നല്ല. ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് പ്രയോജനം? കുറച്ചു കാലം കൂടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാ. പിന്നെ കോത്താഴത്തുകാരൻ വളയം സർക്കിളിന് ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളണം. ഒറ്റ കീറിന് റാ പോലെ വളയും. അതുകൊണ്ട് അങ്ങേരെ വളയം സർക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങേരുടെ തന്റെ ഉള്ളാൻ ഒരു ഭാഗ്യം വേണോ? കേൾക്കുമ്പോ തന്നെ ഒരു കൊതി വന്നു. അതെ, ഈ ഇടിക്കതൊക്കെ നിർത്തി ആശാൻ കാര്യത്തിലേക്ക് വാ. അവൾ ഉറങ്ങിയോ? അവൾ ഉറങ്ങി. അവക്ക് വേണ്ടി നമ്മളിത് നടത്തുന്നു. ഒരു തവണ മാത്രം. എങ്ങനെ? അവിടെ വീട് എവിടാന്ന് പറഞ്ഞ? ആ TV പറഞ്ഞതനുസരിച്ച് ആ ബീച്ചിന്റെ അടുത്ത് എവിടെയോ? ഒരു 10-70 കിലോമീറ്റർ വരും. സാരമില്ല, നീ അവിടെ നീക്കങ്ങൾ ശരിക്കൊന്ന് പഠിക്കണം. ഞാനും കൂടെ പോകാം. നീ പോകണ്ട, പുട്ടുപോയാൽ മതി. എന്നിട്ട് നീ പോയി പഠിച്ചിട്ട് വാ. ബാക്കി ഓപ്പറേഷൻ ഞാൻ ഏറ്റു. ധൈര്യത്തിന് ഒന്ന് വീശുന്നു. വേണ്ട, ഇത് ശാന്തിക്ക് വേണ്ടിയാ. അവളെ നടത്തണം. നടക്കൂടാ മക്കളെ? നടക്കും ആശാനെ, നടക്കും. അതെ, ഈ ഐഡിയ എന്റേതാണ്. അതിനുള്ള ഷെയർ എനിക്ക് കിട്ടണം. കാന്താരി, നീ എവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ദേ, ഇവിടെ നടന്നതെങ്ങാനാ ശാന്തിയുടെ ചെവിടിലെത്തിയ നിന്റെ മൂക്ക് ഞാൻ ചെത്തി ഉപ്പിലിടും. അടികൊള്ളാൻ ചെണ്ടയും കൂലി വാങ്ങാൻ മാരാരും. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കും ആശാനെ. അവനെ അപ്പൂപ്പനെ കാട്ടിലും വലിയ കള്ളനാവും. മിണ്ടി പോരുത്. അത് നിന്റെ സ്റ്റൈലൊന്ന് മാറ്റണം. സ്റ്റൈല് മാറ്റ്. നിന്നെ കണ്ട ഇപ്പൊ ഒരു അളവളാഞ്ച ലുക്ക. എടാ, കിഡ്നാപ്പർ എന്നൊക്കെ പറയുമ്പോ സ്വല്പം ഗൗരവമൊക്കെ വേണം. അവരെ ഫോളോ ചെയ്യാനുള്ളതല്ലേ? മനസ്സിലായില്ല. ഇപ്പൊ എന്നെ നോക്കിയേ. എന്ത് തോന്നുന്നു? എന്ത് തോന്നണം? ഒരു ഭീകര ലുക്കില്ലേ? എനിക്കത്ര ഭീകരത ഒന്നും തോന്നുന്നില്ല. ഒരു ബുൾഡോഗിന്റെ ലുക്കുണ്ട്. അതിനാണ് മലയാളത്തിൽ ഭീകര ലുക്ക് എന്ന് പറയാ. ആശാനെ, ബുൾഡോഗ് എന്ന് പറഞ്ഞാൽ ഒരുതരം പട്ടിയാ. എന്നെ ആക്കിയില്ലടാ.